നമസ്കാരം, ഞാൻ രമ്യ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീക്ക്ലി ഗൈഡൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് മെയിനായിട്ടുള്ള ഒരു എനർജി കാർഡ് വന്നിരിക്കുന്നത് ഭക്തിയാണ്. ഭക്തി എന്ന് പറയുമ്പോൾ ഡിവോഷനാണ്. ഈ ഒരു വീക്കിൽ നമ്മളുടെ ജീവിതം ഒരു ഡീപ്പർ മീനിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഫോഴ്സ് ചെയ്യുന്നതിന് പകരം അത് സറണ്ടർ ചെയ്ത് ട്രസ്റ്റോടെ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് ഡിവോഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുമ്പോൾ, എന്ത് കാര്യത്തിലായാലും, വർക്കായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഫുൾ ഹാർട്ട് ഇട്ടിട്ട് മനസ്സ് കൊടുത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന സമയമാണിത്. അപ്പോൾ ഈഗോ കുറച്ചൊന്ന് സൈഡിൽ വച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ നടക്കുക. അതാണ് ഈ വീക്കിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കീ പോയിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മൂലധാര അല്ലെങ്കിൽ റൂട്ട് ചക്രയാണ്. ഈ കാർഡ് പറയുന്നത് നമ്മൾ ഓൾറെഡി ഗ്രൗണ്ടഡ് ആണ്, സ്റ്റെബിലിറ്റി ഉണ്ട്, റൂട്ട്സ് സ്ട്രോങ് ആണ്. പക്ഷേ ഈ ഒരു എനർജി ഇംബാലൻസ് ആയാൽ നമ്മൾ പേടിയിൽ ഡിസിഷൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ഒരു എനർജി ഇംബാലൻസ് ആയിക്കഴിഞ്ഞാൽ, അതായത് നമ്മളെ മൂലധാര അല്ലെങ്കിൽ റൂട്ട് ചക്ര എന്ന് പറയുന്ന ഒരു എനർജി. ഇപ്പോൾ ഓവർ അറ്റാച്ച്മെൻറ്റ്, സേഫ്റ്റി മാത്രം നോക്കി മൂവ് ചെയ്ത അവസ്ഥ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീക്ക് റിമൈൻഡർ ഇതാണ്: ഗ്രൗണ്ടഡ് ആയിരിക്കുക, പക്ഷേ സ്റ്റക്ക് ആവരുത്. റൂട്ട്സ് സ്ട്രോങ് ആയിരിക്കട്ടെ, ഗ്രോത്തിന് സ്പേസ് കൊടുക്കണം. ഫൈനൽ കാർഡ് വരുന്നത് ആസന എന്ന് പറയുന്നത് ബോഡി എക്സസൈസ് മാത്രമല്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ അഡ്വൈസ് വരുന്നത്. ഈ വീക്കിൽ നമ്മളുടെ ബോഡി ആണ് നമ്മളുടെ ഗൈഡ് ചെയ്യുന്നത്, നമ്മളുടെ ബോഡി ഗൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് മൈൻഡിൽ ആൻസർ തപ്പാതെ ബോഡിയിലേക്ക് തിരിയുക. സ്ലോ മൂമെൻറ്റ്സ്, സ്ട്രെച്ചിങ്, വാക്കിംഗ്, ബ്രീത്തിങ്, ഇതൊക്കെ നമ്മളെ ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കും. സ്റ്റിൽനെസ് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുക, അതിനുള്ളൊരു സമയമാണ്. സോഫ്റ്റായിട്ട് മൂവ് ചെയ്യുക, സോഫ്റ്റായിട്ട് റെസ്റ്റ് ചെയ്യുക. ഈ ഒരു ഓവറോൾ വീക്കിൻ്റെ ഗൈഡൻസ് ഇതാണ്. ഡിവോഷൻ കൂടെ ജീവിതം നടത്തുക, പേടിയിൽ കൂടെ നിന്നല്ല, ഗ്രൗണ്ടിങ്, ഫുൾ ബോഡിയോട് കണക്ട് ചെയ്യുക, എല്ലാം ഫോഴ്സ് ചെയ്യാതെ ഫ്ലോയോടെ നടക്കുന്ന ഒരു വീക്കായിട്ടാണ് ഈ ഒരു വീക്കിലത്തെ മെസ്സേജ് വരുന്നത്. നന്ദി, നമസ്കാരം.